ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ തിരുവാതിര വ്രതം. ദീർഘമാംഗല്യത്തിനും ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും മക്കൾക്ക് ഐശ്വര്യമുണ്ടാകുവാനും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും അതുപോലെ തന്നെ നല്ല ഒരു വരനെ ഭർത്താവായി ലഭിക്കുവാനും സന്താന ഭാഗ്യത്തിനുമടക്കം കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങൾ അകറ്റാനും കുടുംബ സൗഖ്യം കൈവരിക്കാനുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. തിരുവാതിര വ്രത കഥകളെക്കുറിച്ചെല്ലാം നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മഹാദേവന്റെ പിറന്നാളായും ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും വിവാഹം നടന്നതും ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണ് എന്നും മാത്രമല്ല പരമശിവൻ തപസ്സനുഷ്ഠിക്കുന്ന സമയത്ത് കാമദേവൻ ആ തപസ് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും ആ കോപത്തിൽ കാമദേവനെ എരിയിച്ചു കളയുകയും ചെയ്യുന്നത് ഭഗവാനാണ്. അങ്ങനെ കാമദേവനെ പുനർജനിപ്പിക്കുവാൻ വേണ്ടി കാമദേവന്റെ ഭാര്യ ഉപവാസമിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച ദിവസമായും ഈ ദിവസത്തെ കരുതപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ തിരുവാതിര നക്ഷത്ര ദിവസത്തിൽ അല്ലെങ്കിൽ ഈ തിരുവാതിര ദിവസത്തിൽ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നവരും വ്രതം അനുഷ്ഠിക്കാത്തവരും ചെയ്യേണ്ട ഒരു ചെറിയ വഴിപാടും അതുപോലെ തന്നെ ചൊല്ലേണ്ട അതിശക്തിയാർന്ന മന്ത്രത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. സൂര്യോദയത്തിന് മുന്നേ ഉണർന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തി 5 തിരിയിട്ട നിലവിളക്ക് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ തെളിയിക്കുക. മാത്രമല്ല നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മൾ ശുദ്ധമായ ഒരു മനപ്പലകയോ അല്ലെങ്കിൽ ഒരു തുണിയോ താഴെ വിരിച്ചുകൊണ്ട് ഇരുന്ന് നമ്മുടെ വിനായക ഭഗവാനെയും കുലദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഗായത്രി മന്ത്രം 12 തവണ ജപിക്കാവുന്നതാണ്. ഇങ്ങനെ 12 തവണയും ഗായത്രി മന്ത്രം ചൊല്ലുക. ഗായത്രി മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഓം നമഃ ശിവായ എന്നും അതുപോലെ തന്നെ ഓം ഉമാമഹേശ്വരായ നമ എന്നുള്ള മന്ത്രം 108 തവണ ചൊല്ലാവുന്നതാണ്. ഈ 2 മന്ത്രങ്ങളും നിങ്ങൾ 108 തവണ ജപിക്കുക. ശിവഭഗവാന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ ഈ ദിവസത്തിൽ അത്രയും പ്രാധാന്യമാണ് പാർവതി ദേവിക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം എന്നിവ പാരായണം ചെയ്യുന്നതും വളരെ ഉചിതമായിരിക്കും. മാത്രമല്ല ഈ ദിവസത്തിൽ ഉമാ മഹേശ്വര സ്തോത്രം ജപിക്കുന്നതും വളരെ ഉചിതമായിരിക്കും. കൂടാതെ പഞ്ചാക്ഷരി സ്തോത്രം ജപിക്കാം, അതുപോലെ തന്നെ ശിവപുരാണം ചൊല്ലാം, ശിവസഹസ്രനാമം ചൊല്ലാം. എന്നിങ്ങനെ നിങ്ങൾ ഒരുപാട് നിങ്ങളെ കൊണ്ട് എന്താണോ ഈ ദിവസത്തിൽ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത് അതെല്ലാം തന്നെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി അതിനൊന്നും സാധിക്കാത്തവരാകട്ടെ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ എന്ന മന്ത്രം 36 പ്രാവശ്യമോ 108 തവണയോ നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇനി ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല, ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ്, ഞങ്ങൾ ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് അല്ലെങ്കിൽ മന്ത്രം ചൊല്ലാൻ പാടുമോ എന്നെല്ലാം പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടാകും. പൂജാമുറിയിൽ കയറാതെ ദീപം തെളിയിക്കാതെ നിങ്ങൾക്ക് മഹാദേവന്റെ ആ ഒരു അനുഗ്രഹം വേണ്ടി നമ്മൾ മനസ്സിൽ തന്നെ പരമേശ്വരനെയും പാർവതീദേവിയെയും ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറിക്കിട്ടുവാനായും ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായും അതല്ല വിവാഹം കഴിയാത്തവരാണ് നല്ല ഒരു വരനെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നവരാണ്. പക്ഷേ ഈ വർഷം തിരുവാതിര വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ, നിങ്ങൾ മനസ്സിൽ നല്ല ഒരു വരനു വേണ്ടി ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. മന്ത്രം വേറെ ഏതുമല്ല, നമ്മൾ കഴിഞ്ഞ തവണ ചൊല്ലിയതുപോലെ തന്നെ ഓം ശിവശക്തി ഐക്യരൂപിണ്യേ നമോ നമ, ഓം ശിവശക്തി ഐക്യരൂപിണ്യേ നമോ നമ, ഓം ശിവശക്തി ഐക്യരൂപിണ്യേ നമോ നമ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് നാളെ എത്ര തവണ ചൊല്ലുവാൻ സാധിക്കുന്നുവോ നിങ്ങൾക്ക് അത്രയും തവണ ചൊല്ലാവുന്നതാണ്. നമുക്ക് പൂജാമുറിയിൽ മാത്രമേ ചെല്ലാൻ പാടാത്തതുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ഭഗവാന്റെ ആ ഒരു ചിത്രം നമ്മളെ കൊണ്ടല്ല വേറെ ആരെ കൊണ്ടും എടുത്തു മാറ്റുവാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ തന്നെ ഭഗവാന്റെ ഈ ഒരു നാമം അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ജീവിതത്തിലെ ഏതൊരു വിധത്തിലുള്ള തടസ്സങ്ങളാണ് അനുഭവിക്കുന്നത് എങ്കിലും അതെല്ലാം തന്നെ തവിട് പൊടിയാക്കുവാനുള്ള ഒരു അതിശക്തിയാർന്ന മന്ത്രമാണ് ഇത്. അതുപോലെ തന്നെ പൂജകൾ ചെയ്യുന്നവർക്കും നാളെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി വീടുകളിലൊന്നും ഞങ്ങൾക്ക് ദീപം തെളിയിക്കുവാൻ സാധിച്ചില്ല, പൂജകൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക, കൂവളമാല ഭഗവാന് സമർപ്പിക്കുക, പിൻവിളക്ക് സാധിക്കുമെങ്കിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇതിനൊന്നും സാധിച്ചില്ല എങ്കിലും കൂടി നാളെ ഒരു പാക്കറ്റ് ഭസ്മം നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഈ ഭസ്മം
അവിടുത്തെ പാത്രത്തിൽ ഇട്ടുവെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പൂജാരിമാരുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവർ വരുന്ന ഭക്തർക്ക് പ്രസാദമായി കൊടുക്കും. അത് ഓരോ ഭക്തരും വളരെ ഭക്തിയോടുകൂടി നെറ്റിയിൽ അണിയുന്ന സമയത്ത് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിറവേറി കിട്ടുമെന്നാണ് പറയുന്നത്. മാത്രമല്ല നാളെ നമ്മുടെ ശിവഭഗവാന്റെ ആരുദ്ര ദർശനം കൂടിയാണ്. നമ്മൾ ഈ സൈഡിലെല്ലാം, അതായത് ചിദംബരം, അതുപോലെ തന്നെ തമിഴ്നാട് എന്നീ ഭാഗങ്ങളിലെല്ലാം തന്നെ തിരുവാതിര ആ ഒരു വ്രതത്തെക്കാളും മുന്നിൽ നിൽക്കുന്നത് ആരുദ്ര ദർശനം എന്ന പേരിലാണ്. ചിദംബരത്തിൽ വ്യാഘ്രപാദ മുനിക്ക് ദർശനം നൽകിയ നടരാജ ഭഗവാൻ ശിവന്റെ ബ്രഹ്മാണ്ഡമായ നൃത്തരൂപം കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതും ഈ തിരുവാതിര നക്ഷത്ര ദിവസത്തിലാണ്. മാർഗഴി മാസത്തിലെ തിരുവാതിരയിലാണ് നടരാജർ ആരുദ്ര ദർശനം നൽകി അനുഗ്രഹിച്ചത്. അതായത് എല്ലാ ദൈവങ്ങൾക്കും അവരുടെ ജന്മദിനത്തെ ജയന്തി ആയിട്ട് ആഘോഷിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഹനുമത് ജയന്തി, അതുപോലെ തന്നെ നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി, അതുപോലെ തന്നെ വിനായക വഴിപാടിനായിട്ട് നമ്മൾ വിനായക ചതുർത്ഥി എന്നെല്ലാം പറഞ്ഞ് ആഘോഷിക്കാറുണ്ട്. പക്ഷേ പുരാണങ്ങളിൽ പറയുന്നത് ശിവഭഗവാന് മാത്രം ജന്മദിനം എന്ന ഒന്ന് ഇല്ല എന്നാണ്. കാരണം എന്തെന്നാൽ ആദിയും അന്തവും ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ശിവഭഗവാന് ജന്മദിനമായിട്ട് ഒന്ന് ആചരിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ തിരുവാതിര ആഘോഷിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 27 നക്ഷത്രങ്ങളിൽ തിരു എന്ന് ബഹുമാനപൂർവ്വം പറയുന്ന അല്ലെങ്കിൽ ഭക്തിപൂർവ്വം പറയുന്ന 2 നക്ഷത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ നാരായണസ്വാമിക്ക് ഏറ്റവും അനുയോജ്യമായ തിരുവോണം നക്ഷത്രവും മറ്റൊന്ന് നമ്മുടെ ശിവഭഗവാന് അനുയോജ്യമായ തിരുവാതിര നക്ഷത്രവും. ഐതിഹ്യപ്രകാരം ഭഗവാന്റെ ജന്മനക്ഷത്രമായി ഈ നക്ഷത്രത്തെ കരുതപ്പെടുന്നുണ്ടെങ്കിലും കൂടി പല സ്ഥലങ്ങളിലും പറയുന്നത് ഭഗവാൻ ഇത് ആരുദ്ര ദർശനം നൽകി അനുഗ്രഹിച്ച ഒരു ദിവസമാണ് എന്നാണ്. തിരു എന്നാൽ സംസ്കൃതത്തിൽ ആരുദ്ര എന്നാണ് അർത്ഥമാക്കുന്നത്. ധനുമാസത്തിലെ ഈ തിരുവാതിര നക്ഷത്ര ദിവസത്തിലാണ് വ്യാഘ്രപാദ മുനിവർ, അതുപോലെ തന്നെ പതഞ്ജലി എന്നിവർ ശിവഭഗവാന്റെ നടനം എന്ന് പറയുമ്പോൾ തന്നെ നടരാജ ഭഗവാനെയാണ് ഓർമ്മയിൽ വരുന്നത്. അത് കാണുവാനായിട്ട് ആഗ്രഹിച്ചു. അത് കാണുവാൻ ആഗ്രഹിച്ച കൂട്ടത്തിൽ നമ്മുടെ പാർവതി ദേവിയും ഉണ്ടായിരുന്നു. അങ്ങനെ മുനിമാരുടെയും പാർവതി ദേവിയുടെയും അപേക്ഷ പ്രകാരം ശിവഭഗവാൻ ആരുദ്ര നടനമാടിയ ദിവസത്തെയാണ് ആരുദ്ര ദർശനം അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്ര ദിവസമായ ഈ ദിവസം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തില്ലൈ ചിദംബരത്തിൽ ഇന്നും ഭഗവാനെ നോക്കി പാടുന്നത് ആടിയ പാതനെ അമ്പലവാണനെ എന്നുള്ള പാട്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എന്ന് കരുതുന്നു. ഇങ്ങനെ അനേകായിരം വിശേഷങ്ങൾ നിറഞ്ഞ ഒരു ദിവസമാണ് നാളെ ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത്. ഭക്തിപൂർവ്വം തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ലഭിക്കുവാനായിട്ടാണ് ഞാൻ ഇവിടെ 2-3 മന്ത്രങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നാളെ ആ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നാളെ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ശിവക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു കാര്യം കൂടി പറയണം. എല്ലാ വിശേഷ ദിവസങ്ങളിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദാനമായിട്ട് കൊടുക്കുക. നിങ്ങൾ എത്രമാത്രം ദാനമായിട്ട് കൊടുക്കുന്നുവോ അത്രയും ഭഗവാൻ നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ട് എത്തിച്ചു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.